ലൂക്ക 11 അധ്യായം. കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞതാര്? ശിഷ്യരിൽ ഒരുവൻ. സ്നേഹിത, എനിക്ക് കാശ് വായ്പ തരിക. 3 അപ്പം. അവൻ എന്ത് എന്നതിന്റെ പേരിൽ അവനൊന്നും കൊടുക്കാതിരിക്കുന്നെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. സ്നേഹിതനാണ്. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ കാശ് ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മീൻ. സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയാൽ അധികമായി നൽകുകയില്ല എന്നാണ് ലൂക്ക 11:13 പറയുന്നത്. പരിശുദ്ധാത്മാവിനെ. ചിലർ അവനെ പരീക്ഷിക്കുവാൻ എവിടെ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടത്? സ്വർഗത്തിൽ നിന്ന്. ആരാണ് ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്ന് പറയുന്നത്? ശക്തൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞത് എന്താണ്? നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. എന്ത് കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്നാണ് അവൻ പറഞ്ഞത്. ദൈവവചനം. യോന ആർക്ക് അടയാളമായിരുന്നു? നിനവേക്കാർക്ക്. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നത് പോലെ ആര് ഈ തലമുറയ്ക്ക് അടയാളം ആയിരിക്കും? മനുഷ്യപുത്രൻ. കണ്ണാണ് ശരീരത്തിന്റെ ഡാഷ്. വിളക്ക്. വിളക്ക് കൊളുത്തി എവിടെയാണ് വെക്കാറ്? പീഠത്തിന്മേലാണ്. നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. എങ്ങനെയുള്ള ചുമടുകളാണ് മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത്? താങ്ങാനാവാത്തത്. വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആര്? നിയമജ്ഞർ. അകത്ത് പ്രവേശിക്കാൻ വരുന്നവരെ നിയമജ്ഞർ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ലൂക്ക 11:23 പ്രകാരം എന്നോട് കൂടെ ശേഖരിക്കാത്തവന് എന്ത് സംഭവിക്കുന്നു? ചിതറിച്ചു കളയുന്നു. ലൂക്ക 12 അധ്യായം. എന്താണ് പുരമുകളിൽ പ്രഘോഷിക്കുന്നത്?
വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറയുന്നത്. നിങ്ങൾ എവിടെ സംസാരിച്ചതാണ് വെളിച്ചത്ത് കേൾക്കപ്പെടുന്നത്? ഇരുട്ടത്ത് സംസാരിച്ചത്. ആരുടെ മുമ്പിലാണ് തന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും മനുഷ്യപുത്രൻ ഏറ്റുപറയുന്നത്? ദൈവത്തിന്റെ ദൂതന്മാരുടെ. 5 കുരുവികൾ എത്ര നാണയത്തൊട്ടിനാണ് വിൽക്കപ്പെടുന്നത്? 2. ഭോഷനായ ധനികൻ അനേക വർഷത്തേക്ക് വേണ്ട എന്താണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്? വിഭവങ്ങൾ. എന്തെന്നാൽ ഡാഷ് ഭക്ഷണത്തിനും ഡാഷ് വസ്ത്രത്തിനും ഉപരിയാണ് ജീവനും ശരീരവും. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഡാഷ് കൂടി നീട്ടാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? ഒരു മുഴം. സോളമനേക്കാൾ അലങ്കൃതമായിരിക്കുന്നത് എന്താണ്? ലില്ലികൾ. ഒടുങ്ങാത്ത നിക്ഷേപം എവിടെയാണ് സംഭരിച്ചു വെക്കേണ്ടത്? സ്വർഗത്തിൽ. നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയുള്ളത് എന്താണ്? ഹൃദയം. യജമാനൻ വരുമ്പോൾ എങ്ങനെയുള്ള ഭക്തരാണ് ഭാഗ്യവാൻ? ഉണർന്നിരിക്കുന്നവനായി കാണുന്ന ഭൃത്യൻ. ഭൂമിയിൽ ഡാഷ് ഇടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തീ. പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ ഡാഷ് വരുന്നു. മഴ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 59.